റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സർക്കാർ ഉദ്യോഗത്തിൽ നിന്നും 5 വർഷമായിട്ടും പെൻഷൻ കിട്ടുന്നില്ലെന്ന പരാതി. 2020 ഭൂജല വകുപ്പിൽ സീനിയർ ഡ്രില്ലർ തസ്തികയിൽ നിന്നും വിരമിച്ച തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി രാജേന്ദ്രനാണ് പെൻഷൻ ലഭിക്കാത്തത്. അന്യ സംസ്ഥാനങ്ങളിൽ ഉപയോഗിച്ച ഡ്രില്ലിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് 1.5 കോടി രൂപയുടെ അഴിമതി ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെ മേലുദ്യോഗസ്ഥരുടെ കണ്ണിലെ കരടായിരുന്നു രാജേന്ദ്രൻ. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന് പിന്നാലെ കള്ളക്കേസിൽ കൊടുക്കാനും നോക്കിയെന്നാണ് രാജേന്ദ്രന്റെ പരാതി. ഞാൻ ഭൂജല വകുപ്പിൽ നിന്ന് 5/2020 റിട്ടയർ ചെയ്ത ഒരു ജീവനക്കാരനാണ്. എനിക്ക് പെൻഷൻ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഡയറക്ടർ എനിക്ക് പെൻഷൻ 8/1/16 മുതൽ 16/12/18 വരെയുള്ള പീരീഡ് റെഗുലറൈസ് ചെയ്ത് ഉത്തരവ് നൽകാത്തത് കൊണ്ടാണ്. ഇതിന് നിരന്തരം പരാതികൾ കൊടുത്തു. ഇതിനെല്ലാം കാരണം ഞാൻ കൊല്ലത്ത് സ്റ്റോർ ഇൻചാർജായിട്ട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന കാലാവധിയിൽ 1.5 കോടി രൂപയുടെ മെഷീനറികൾ വന്നിരുന്നു. അത് ഞാൻ കൈപ്പറ്റിയ സമയത്ത് പേപ്പറിൽ കൂടെ മാത്രമേ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനത് കൈപ്പറ്റണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അതിന് മുൻ ഡയറക്ടർ ബാലഗംഗാധരൻ നായർ, അതിനെ തുടർന്ന് ഞാൻ വിവരാവകാശ കമ്മീഷൻ എന്നെ സസ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് നിർത്തിക്കൊണ്ട് വീണ്ടും സസ്പെൻഡ് ചെയ്തു. ഈ പീരീഡ് എനിക്ക് അൺഓതറൈസ്ഡ് ആബ്സെൻ്റ് ആണെന്ന് പറഞ്ഞ് ഡയറക്ടർ മനഃപൂർവ്വം സർക്കാരിനെ അറിയിച്ചു. സർക്കാരിൽ നിന്ന് തെറ്റായിട്ടുള്ള ഉത്തരവുകൾ ഇറങ്ങി. അതിനെ തുടർന്ന് എനിക്ക് ഇപ്പോഴും പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. മേലുദ്യോഗസ്ഥരുടെ പ്രതികാര നടപടിയുടെ ഇര എന്നാണോ ഇദ്ദേഹം പറയുന്നത്? നിയമ പോരാട്ടത്തിൽ നീങ്ങുന്നുണ്ടോ? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, 1989 നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രൻ ഭൂജല വകുപ്പിൽ സർവീസിൽ കയറുന്നത്. ഡ്രില്ലിംഗ് അസിസ്റ്റന്റ് ആയിരുന്നു അന്ന് ചുമതല ഏറ്റിരുന്നത്. പിന്നീട് 2020 അദ്ദേഹം സർവീസിലിരിക്കെ തന്നെ വിരമിക്കുകയായിരുന്നു. ഇതിനിടയിൽ കൊല്ലത്തേക്ക് അദ്ദേഹത്തിന് ഒരു ട്രാൻസ്ഫർ വരുന്നു. ആ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ രാജേന്ദ്രൻ എടുത്തു മാറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി ഉയരുകയും ആ പരാതിക്ക് പിന്നാലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ഇതൊന്നുമല്ല ഈ മേലുദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇദ്ദേഹം കൊല്ലത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ എത്തിയതിനു ശേഷം ഒരു ഇതര സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന, അതായത് നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഡ്രില്ലിംഗ് മിഷനറികൾ അത് ധാരാളമായിട്ട് മെഷീൻസ് വന്നപ്പോൾ അത് ഒപ്പിട്ട് വാങ്ങാനായിട്ട് രാജേന്ദ്രൻ തയ്യാറായിരുന്നില്ല. കാരണം അതിലൊരു അഴിമതി നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. അത് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ പോയി അദ്ദേഹം തെളിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും നാളിതുവരെയുമായിട്ടും അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചിട്ടിപ്പോൾ പെൻഷൻ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. 2016 മുതൽ 2018 വരെ ഈ 2 വർഷ കാലയളവിൽ അദ്ദേഹം സസ്പെൻഡായി നിയമ പോരാട്ടവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്നു. നിയമ പോരാട്ടത്തിൽ മുന്നോട്ട് പോയി ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിച്ചെങ്കിലും അന്ന് ഉണ്ടായിരുന്ന ഡയറക്ടർമാർ അടക്കമുള്ളവർ അദ്ദേഹത്തിന് എതിരായിട്ട് റിപ്പോർട്ട് കൊടുത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഘട്ടത്തിൽ ഇതുവരെയും 5 വർഷമായി പല ഓഫീസുകളിലും കയറിയിറങ്ങി ഡയബറ്റിക് പേഷ്യന്റ് ആയിട്ടുള്ള രാജേന്ദ്രൻ അതിന്റെ വിരലുകൾ സഹിതം മുറിക്കപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുത്ത് അവിടെ ഹിയറിംഗിന് പോയി അദ്ദേഹം ഒരു പ്രതിഷേധിക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെ കാര്യങ്ങൾ കടന്നുപോയെങ്കിലും ഇതുവരെയും പെൻഷൻ കിട്ടാത്ത സങ്കടത്തിലാണ് രാജേന്ദ്രൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ വിരമിക്കുമ്പോൾ തന്നെ സീനിയർ ഡ്രില്ലിംഗ് ഒരു ചുമതലയിൽ നിന്നാണ് അദ്ദേഹം വിരമിച്ചത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്മൃതി, NGO യൂണിയനിൽ ചേരാനായിട്ട് അന്നത്തെ ജൂനിയർ സൂപ്രണ്ടായിരുന്ന KR ശ്രീലത നിർബന്ധിക്കുന്നു. പക്ഷേ ആ ഒരു യൂണിയനിൽ പ്രവർത്തിക്കാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അങ്ങനെ യൂണിയനിൽ നിന്നുള്ള എതിർപ്പുണ്ടായിരുന്നു. മറ്റൊന്ന് ഉദ്യോഗസ്ഥരുടെ കണ്ണിലെ കരടായി മാറുന്നു. ടിങ്കു ബിസ്വാളിനെതിരെയും IAS-നെതിരെയും അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നു. ഈ മുൻ ഡയറക്ടർമാർക്കെതിരെയൊക്കെ ഈ അഴിമതി ആരോപണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവരാവകാശ രേഖയും ഹൈക്കോടതിയിൽ പരാതി നൽകിയപ്പോഴും ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തത് ടിങ്കു ബിസ്വാൾ എന്നുള്ള ആരോപണം കൂടിയാണ്. വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകര സ്വദേശിയാണ് പെൻഷൻ ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്.